ഹലോ ഗായ്സ്, നമുക്കിന്ന് എൻ്റെ പപ്പ പഠിക്കുന്ന സ്ഥാപനത്തിലെ വിളവെടുപ്പ് ഉത്സവം അഥവാ കൊയ്ത്തുത്സവം കാണാൻ പോയാലും. ഞാൻ ഇതൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഇവിടുത്തെ വയൽ പോലെ ഇറങ്ങില്ല. ഞാൻ സ്ഥാപനം മുഴുവൻ ചുറ്റിക്കറങ്ങി കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വ്യൂ പോയിന്റ് നിൽക്കുമ്പോൾ ആ സ്ഥലം മുഴുവൻ കാണാം കേട്ടോ. അവിടെ നല്ല കാറ്റാണ്, അത് ഈ മൈക്കിൽ അടിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇനി നമുക്ക് ആ സ്ഥലം മുഴുവൻ ഒന്ന് ചുറ്റിക്കറങ്ങിയാലും. ഫസ്റ്റ് തന്നെ ആ വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു മഷ്റൂമിൻ്റെ ഒരു ശില്പം കാണാം കേട്ടോ. ഇനി നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ, എൻ്റെ ക്യാമറ ചെറുതായിട്ടൊന്ന് പിഴച്ചതാണ്, ഒന്ന് തലയിടിച്ച് പിടിച്ചാൽ മതി കേട്ടോ. ഇറങ്ങാനല്ല, നമുക്കിനി ഓരോ പിടിച്ചായിട്ടൊന്ന് കയറി ഇറങ്ങിയാലോ. ഇവിടെ മെയിനായിട്ട് ഫിസി കൾച്ചറാണ് ഉള്ളത്. ചുരുക്കം പറഞ്ഞാൽ മീൻ വളർത്തും. ആ സ്റ്റെപ്പിലോട്ട് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയേ, മനസ്സിലാകുമല്ലേ? ചെറുതായിട്ടൊന്ന് കാല് പിടിച്ചാൽ മുട്ടി കിടക്കുമെന്ന്. പിന്നെ പപ്പതേ അവിടെ നിന്ന് ലൗഡോലിക്ക് പറിച്ചിട്ടുണ്ടോ, കുറച്ചേ പറിച്ചോളൂ. പിന്നെ പപ്പതേ അമ്മയുടെ ഡൗട്ട് തീർത്തു കൊടുക്കുകയാണ്. അമ്മയുടെ ഡൗട്ട് വേറെ ഒന്നുമല്ല, ആ ദൂരെ കാണുന്ന ചെടി താമരയാണോ എന്നാണേ. ഇത് പിന്നെ പാവൽ തട്ടാണ്, നമ്മൾ അതിൻ്റെ അടിയിൽ കൂടെയൊക്കെ പോവുകയാണ്. ഇനി നമുക്ക് അവിടുത്തെ ജീവജാലങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ആദ്യം തന്നെ താറാവിനെ കാണാം കേട്ടോ. ഡക്കില് മാത്രം ഒതുക്കണ്ട കേട്ടോ. ഇപ്പുറത്തെ സൈഡ് വെളുത്ത ആട്ടിൻകുട്ടി, കറുത്ത ആട്ടിൻകുട്ടി, അമ്മയും കുട്ടി, അങ്ങനെ കുറേ ആട്ടിൻകുട്ടി ഉണ്ടേ. പിന്നെ ഇത് അടുത്ത് തന്നെ ആയി. എന്താ ഞങ്ങളെ ഒഴിവാക്കിയോ എന്ന മട്ടില് കോഴി കോഴി എന്ന് പറയുന്നതിനേക്കാൾ കോഴികൾ എന്ന് പറയുന്നത്. പിന്നെ ഒരു താറാവ് വെളിയിറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് അത് പറന്ന് ചാടിയതായിരിക്കും കേട്ടോ. ഇപ്പുറത്തോട്ട് നമ്മളതിനെ തൊട്ടൊക്കെ നോക്കി, ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഇത്രയും മാത്രമല്ല, ഇനി അവിടെ കാണാനുണ്ട്. ഇത്രയും വെച്ച് നടത്തുന്ന എല്ലാവർക്കും ബൈ.